ഡാൻ തീർച്ചയായും, കാരണം ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്, എന്നാൽ മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് അന്ധവിശ്വാസമായി വേണമെങ്കിൽ തോന്നാം, അല്ലെങ്കിൽ കെട്ടുകഥയായി തോന്നാം. പക്ഷേ ഈ ഒരു ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് കണ്ടെത്തുകയും ഇത് വലിയ മഹാസമാധിയായി മാറ്റുകയും ചെയ്യുന്നതോടെ ഈ ഗോപൻ സ്വാമിയെ ഒരു ചരിത്ര പുരുഷനാക്കുക എന്നൊരു നീക്കം, അല്ലെങ്കിൽ വിശ്വാസപരമായി ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റുക എന്നൊരു നീക്കം സ്വാഭാവികമായും ഇതേ തുടർന്നുണ്ടാകില്ലേ? അങ്ങനെ അവർ ചെയ്താൽ അതിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും എന്നതാണ് ഞങ്ങൾ ഇത്രയധികം നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ ഈ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക്, ആരോപണങ്ങൾക്ക്, വിവാദങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട്. അങ്ങനെ ഒരാഴ്ച സംശയത്തിന്റെ നിഴലിൽ നിന്നവർ അതിനപ്പുറം ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രതികരണമുണ്ടാകും. അങ്ങനെ ഒരു മഹാസമാധിയാക്കി അവർ അതിനെ പിന്നീട് മാറ്റിയില്ലെങ്കിലേ ഉള്ള അത്ഭുതം. അതിനവർക്ക് പിന്തുണയുമായി മറ്റ് സംഘടനകൾ രംഗത്തെത്തുന്നു. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായി എന്ന ചോദ്യം ഉയരാൻ പോകുന്നു. ഒരുപക്ഷെ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം, തള്ളിക്കളയാനാവില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അപ്പോൾ ഈ എന്തുകൊണ്ടാണ്, അതായത് ഇങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ഇവിടെ ഏറ്റവും ആശ്വാസം നേരിടുന്നത് ഈ കുടുംബത്തെക്കാളേറെ ഈ ജില്ലാ ഭരണകൂടം തന്നെയായിരിക്കും. കാരണം അവർ ഏതെങ്കിലും ചടുലമായ ഒരു നീക്കങ്ങൾ ലഭിച്ച പരാതിയിന്മേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തുമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അത് നേരിൽ കണ്ടതാണ്. കാരണം നേർക്കുനേർ പോർവിളികളുമായി വിവിധ സംഘടനകൾ ഈ മതിലിനപ്പുറവും ഇപ്പുറവും നിന്ന് പരസ്പരം പോർവിളിക്കുകയും അവരെ പിന്തിരിപ്പിക്കാനായി നന്നായി പ്രയാസപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതിന് നടുവിൽ നിൽക്കുന്നതൊക്കെ കണ്ടതാണ്. പക്ഷേ അന്ന് ജില്ലാ കളക്ടർ എടുത്ത ഒരു തീരുമാനം, അതായത് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കടക്കേണ്ടതില്ല, തൽക്കാലത്തേക്ക് കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനമെങ്കിൽ അതിനൊരു സമയപരിധി കുടുംബത്തിന് നൽകുക. ആ സമയപരിധിക്കകത്ത് കോടതിയെ സമീപിക്കുന്നില്ല എങ്കിൽ മാത്രം ഈ നടപടികളുമായി നമുക്ക് മുമ്പോട്ട് പോകാം. ഇങ്ങനെ തീരുമാനത്തിലേക്ക് ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എത്തുകയായിരുന്നു. ഒരുപക്ഷെ ആ തീരുമാനമാണ് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളിൽ ഇങ്ങനെ സമാധാനപരമായി അവസാനിക്കുന്ന തരത്തിൽ, ഭാഗികമായെങ്കിലും സമാധാനപരമായി അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ നാളെ വൈകുന്നേരം മഹാസമാധിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നുവെന്ന് പറയുന്ന സമയത്ത് എല്ലാ സംഘടനകളും ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ എല്ലാ സംഘടനകളും വീണ്ടും അതേ പിന്തുണയുമായി നാളെ രംഗത്തെത്തും. അപ്പോൾ ഈ പറയുന്ന ഒരു സാഹചര്യം ആയിരിക്കുകയില്ല ഇവിടെ. അവിടെ ഏത് തരത്തിലായിരിക്കും ആ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുക എന്നത് നാളെ മാത്രമേ അറിയാൻ കഴിയൂ. ഡാൻ, ഇതോടൊപ്പം അറിയേണ്ടത് ഈ നേരത്തെ ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ ആരോപണം, കുടുംബത്തെ സംശയനിഴലിൽ നിർത്തിയ ഈ ആരോപണത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഡാൻ ഈ തുടക്കത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഡാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായ പ്രധാനപ്പെട്ട വീഴ്ചത്തിലും ഒരു മരണമുണ്ടായി. അതേ തുടർന്ന് അവർ ഒരു പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക ഭരണകൂടത്തെയോ ഇത് അറിയിച്ചില്ല എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം. പക്ഷെ അവിടെ അതൊരു അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമായിരുന്നു. അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു താൻ സമാധിയാകാൻ പോകുന്നു, ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞു. അത് വസ്തുതയാണെങ്കിൽ ഈ കുടുംബത്തെ കുറ്റം പറയാൻ കഴിയില്ല. ഇനി മറിച്ച് ഇതൊക്കെ കെട്ടുകഥകളാകാം. അങ്ങനെ പല സംശയങ്ങളും സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, ഇതുപോലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പരിജ്ഞാനം ഇല്ലാത്തവരാണ്. അങ്ങനെ ഇതിനെ കണ്ടാൽ മതിയോടാൻ? നമ്മുടെ ഭരണ സംവിധാനങ്ങളും അതോടൊപ്പം സാമൂഹ്യ സംവിധാനങ്ങളും നിലനിൽക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിന് നിയമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം മുമ്പിലേക്ക് വെക്കുമ്പോൾ അതിനെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണാനാവില്ല. പ്രയോറിറ്റി കൊടുക്കുന്നത് നിയമത്തിന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തെ വിശ്വാസമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കേണ്ടതിന്റെ നിയമപരമായ അനിവാര്യത അവർക്ക് കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടി വന്നത്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ അല്പം കൂടി ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു സമീപനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങൾക്കും ഇടം വരില്ലായിരുന്നു.
അവരുടെ ഭാഗത്തെ ന്യായം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകത്തുമില്ലായിരുന്നു. പിന്നീട് അത് കൈകാര്യം ചെയ്ത രീതികൾ, അത് വിലയിരുത്തിയ അഭിപ്രായങ്ങൾ, അതൊക്കെ ഓരോ വ്യക്തി കേന്ദ്രീകൃതമാണ്. അതിൽ നമുക്ക് അഭിപ്രായം പറയുക വയ്യ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. അവരങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയില്ലായിരുന്നു. അങ്ങനെ അവർ ആരെയും ഈ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഡോക്ടറെയോ അല്ലെങ്കിൽ ഈ മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടറുടെ സേവനമോ ഒന്നും അവർക്ക് അവിടെ ലഭ്യമായിട്ടില്ല. അതുതന്നെയാണ് ഇങ്ങനൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. എന്തായാലും ഒരാഴ്ചയ്ക്ക് അപ്പുറത്താണെങ്കിലും വിവാദങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും കെട്ടടക്കുകയാണ്. അന്തിമമായ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മാത്രമേ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുമുള്ളൂ. അരുൺ എന്നോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഈ കഴിഞ്ഞ കുറച്ചധിക ദിവസങ്ങളെ ഈ നാടിങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരുന്ന വഴികളിൽ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈന്ദവ സംഘടനകളൊക്കെ നാളെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിമിഷത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, തീർച്ചയായും ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ആ ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പം കിട്ടുന്ന വിവരം. അത് എന്തായാലും നാളെ ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം പങ്കുവയ്ക്കാൻ കിട്ടുന്ന ഒരു വസ്തുത എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഈ മഹാസമാധി നടക്കും, പക്ഷേ അത്ര സമാധാനപരമായിരിക്കില്ല ഒരു പക്ഷേ നാളത്തെ സാഹചര്യങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായ ഒരു പശ്ചാത്തലം നമ്മൾ നേരിൽ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്. തീർച്ചയായും. കാരണം ഈ പറയുന്ന വിഷയം എന്തായാലും അത് ഗൗരവത്തോടെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മഹാസമാധി എന്ന രീതിയിൽ തന്നെ അവർ മുന്നോട്ട് വരാനുള്ള ഈ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ അത് ഇതിനോടകം വന്നു കഴിഞ്ഞു. അവരങ്ങനെയാണ് പറയുന്നത്. അവരുടെ വിശ്വാസം വ്രണപ്പെടുത്തി സമാധി ഇരിക്കണമെന്ന ഒരു മനുഷ്യന്റെ ഏറെ വർഷങ്ങളായുള്ള ആഗ്രഹത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സമീപനമുണ്ടായി. അതിൽ നിയമ നടപടിക്ക് ഒരുങ്ങും എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ആദ്യ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഹിന്ദു ഐക്യവേദി ഈ പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ ആദ്യമേ ഈ എതിർപ്പിന് ഈ പൊളിക്കാൻ വേണ്ടിയുള്ള എതിർപ്പിലല്ല നിന്നത്. അവരുടെ വിഷയം ഈ പറയുന്ന നോട്ടീസ് ഉൾപ്പെടെ നൽകിയില്ല എന്നുള്ള ഒരു നിലപാടിലാണ്. ഒരുവിധ മാനദണ്ഡങ്ങളില്ലാതെ അവരുടെ ഒരു നിർദ്ദേശമില്ലാതെ പൊളിക്കാൻ വന്നു എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അത് കോടതിയെ സമീപിച്ചു. കോടതി അതിനൊരു ശക്തമായ ഒരു നിലപാട് വന്നപ്പോൾ അതിനോട് അവർ പിന്മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് ഉൾപ്പെടെ സഹകരിച്ചു, ജില്ലാ ഭരണത്തോടൊപ്പം സഹകരിച്ചു, കുടുംബത്തിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അവർ പറഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്ന് പോലീസിന്റെ ആ ശ്രമകരമായ പറയാതിരിക്കാൻ വയ്യ അല്ലേ? കാരണം അവരുടെ ആ ശ്രമകരമായ ദൌത്യം വിജയം കണ്ടതിനൊക്കെ പിന്നിലായിരിക്കാം. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ആന്തരികങ്ങളുടെ ഉൾപ്പെടെയുള്ള പരിശോധന വരാനിരിക്കുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ ഇതിപ്പോൾ സമാധി, അവർ പറയുന്ന സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ നിലപാടിൽ തന്നെ അവരത് കൈകാര്യം ചെയ്യുമെന്നുള്ളത് മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അതായത് ഒരു സ്വാഭാവിക മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന പ്രാഥമികമായി നടത്തിയ ഇൻക്വസ്റ്റ് നടപടികളിലൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം എത്തിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനകളിലൂടെ അങ്ങനെയൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനി അദ്ദേഹം ഏത് തരത്തിലായിരുന്നു അദ്ദേഹത്തെ സമാധി ഇരുത്തണമെന്ന് ആഗ്രഹിച്ചത്, അതേ തരത്തിൽ മഹാസമാധിയായി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടത്തും എന്ന കാര്യമാണ് വിവിധ. തീർച്ചയായും ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള പുകമറ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടിയിരുന്നു. മാധ്യമങ്ങളും ഇക്കാര്യത്തിലാണ് അന്വേഷണം നടത്തിയത്. പക്ഷേ ചില മാധ്യമങ്ങൾ ഈ സംഭവത്തെ വലിയ രീതിയിൽ ആക്ഷേപിച്ചു, കുടുംബത്തെ ആക്ഷേപിച്ചു. ഈ സമാധി സർട്ടിഫിക്കറ്റ് എവിടെയാണ്, എന്തിയെ എന്നൊക്കെ ചോദിച്ചു, കുടുംബത്തോട് ചോദിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അത്തരമൊരു ആക്ഷേപം ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ ഇവർക്കെതിരെ? അത്തരമുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികളുടെ അവധാരണ അനുസരിച്ചാണ് ഏത് ചോദ്യം ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യം, അതിന് എന്ത് ഉത്തരം പറയണമെന്നുള്ളത് പറയുന്നവരുടെ സ്വാതന്ത്ര്യം. അതിൽ ഒന്നും അഭിപ്രായം പറയാൻ നമ്മൾ ആളുകളല്ല. നമുക്ക് അങ്ങനെ ഇത്തരം ഗൗരവതരമായ അല്ലെങ്കിൽ വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നമുക്ക് മുന്നിലൂടെ എത്തുകയാണ് ഇത്തരം സംഭവങ്ങളുടെ. അതിനപ്പുറത്തേക്ക് അതിൽ മറ്റ് പരാമർശങ്ങളൊന്നും നടത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം അങ്ങനെയായിരുന്നു ഇവിടുത്തെ സാഹചര്യങ്ങൾ. അത് നമുക്ക് വിശ്വാസമില്ല എന്ന് കണ്ട് മറ്റൊരാളുടെ വിശ്വാസം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം എത്രയും പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അവരുടെ വിശ്വാസം അതുപോലെ പ്രധാനപ്പെട്ടതായിരിക്കും. അതിനെ പരസ്പര ബഹുമാനത്തോടെ മുമ്പോട്ട് പോവുക എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുൻപ് മറ്റൊരു പേരിലായിരുന്നു വിശ്വാസമോ അന്ധവിശ്വാസമോ ആയിക്കോട്ടെ, പക്ഷേ ആ കുടുംബം വലിയ രീതിയിൽ ആക്ഷേപം നേരിട്ടു എന്നാണ് അവർ തന്നെ പറയുന്നത്. നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. നേരത്തെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഗോപൻ സ്വാമിയുടെ മകനും ഹൈന്ദവ സംഘടനാ നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി.
സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എന്റെ അച്ഛൻ സമാധിയായി. മഹാസമാധിയാണ്. താങ്കൾ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അതെ 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 അതെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ. അവിടെ പറഞ്ഞത് ഇപ്പോഴ് സ്വാഭാവിക മരണമെന്നാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് നേരത്തെ ഈ മകൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഏറ്റുവാങ്ങിയിട്ട് നിംസിൽ വയ്ക്കും. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഹേളന ഈ ജനസമൂഹം ഒന്നിച്ച് ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത്. ഈ ഗോപൻ സ്വാമിയുടെ സമാധി അത് ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര്, സങ്കുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയ മഹാസമാധിയായിരുന്നു.